ഇന്നലെ രാത്രിയാണല്ലോ മണലടി എത്തിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്കിന്ന് കൊണ്ടുപോകാനുള്ള ലഞ്ചും കാക്കുന് കഴിക്കാനുള്ളതും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് ചോറ്. അപ്പോൾ ഇന്ന് രാവിലെ കാര്യമായിട്ടുള്ള കുക്കിംഗ് ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ രാത്രിക്ക് കഴിക്കാൻ ചോറൊന്നുമില്ല. അപ്പോൾ ഞാൻ വന്ന് ചപ്പാത്തി ഉണ്ടാക്കാൻ വിചാരിച്ച് നോക്കുമ്പോൾ പൊടി കുറച്ച് കുറവാണ്. അപ്പോൾ ഞാൻ നേരെ നൂൽപുട്ട് ഉണ്ടാക്കാൻ വിചാരിച്ചു. അതിന് മുമ്പ് ഫ്രീസറിലുണ്ടായിരുന്ന ചിക്കൻ പുറത്ത് വെച്ചിട്ടുണ്ട് ഐസ് വിടാൻ വേണ്ടിയിട്ട്. ഞാൻ നൂൽപുട്ട് ഉണ്ടാക്കുമ്പോൾ ഇഡലിത്തട്ടും നൂൽപുട്ടിൻ്റെ തട്ടൊക്കെ എടുക്കും കേട്ടോ. നേരത്തെ അങ്ങോട്ട് എല്ലാറ്റിലും മാവാക്കി വെക്കും. എന്നാൽ പെട്ടെന്ന് തീരുമല്ലോ. പാത്രം കുറച്ചധികം കഴുകാനുണ്ടാവും, എന്നാലും കുഴപ്പമില്ല, വേഗം അടുക്കളയിൽ നിന്ന് പോകാമല്ലോ. അപ്പോൾ അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്ത് ചിക്കൻ അപ്പോഴത്തേനും കുറച്ച് തണുപ്പ് വിട്ടിട്ടുണ്ട് കേട്ടോ. നല്ല ഐസ് പോയിട്ടായിരുന്നതിനേക്കാൾ ചിക്കൻ നുറുക്കാൻ നല്ലത് കുറച്ച് ഐസ് വിട്ടിട്ടാണ്. ഇത് വലിയ പീസാണോ, ബിരിയാണി പീസാണ്, അതുകൊണ്ടാണ് കട്ട് ചെയ്യേണ്ട ആവശ്യം. അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്തിട്ടാണോ കൊണ്ടുവരിക. അങ്ങനെ കറി അടുപ്പത്തിട്ട് തേങ്ങയും ഒരു സൈഡിൽ വറുക്കാൻ വെച്ച് ഞാനിതാ ഈ ഷെൽഫിൽ നിന്ന് ക്ലീൻ ചെയ്യാൻ നിൽക്കണം കേട്ടോ. ഞാൻ ഓരോ ദിവസം ഇങ്ങനെ കണ്ടിക്കണം, ഓരോ ഭാഗങ്ങൾ ഓരോ സമയത്ത് ചെയ്യാന്നുള്ള പ്ലാനിലാണ്. അപ്പോൾ ഇതിന് തൊട്ടും പുറത്തുള്ള രണ്ടെണ്ണം ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇന്ന് ഇതും പിന്നെ മൂടുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഒന്നും കൂടി എന്നുള്ളൊരു പ്ലാനിലാണ് കേട്ടോ. പക്ഷെ ഇത് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മടുത്തു കേട്ടോ. കാരണം അത്യാവശ്യം നല്ല പൊടിയും ചളിയും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നനഞ്ഞ തുണി കൊണ്ട് എടുത്തപ്പോൾ തന്നെ എനിക്ക് മടുത്തു. പിന്നെ അതാ ഞാൻ തേങ്ങയും വറുത്ത് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ പാത്രമൊക്കെ കഴുകി കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് പിന്നെ രാത്രി വന്നിട്ടാണ് കേട്ടോ കറിയുടെ ബാക്കി പണിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ കറി തൂമിച്ച് ഇനി നൈഷുവിനും ഫുഡ് കൊടുക്കലാണ്. ഇനി നാളെ 8:00 ക്ലാസ് ഉണ്ട് കേട്ടോ രാവിലെ. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻസ് ബാക്കി ഉണ്ട് അവിടെ. അപ്പോൾ എന്തായാലും ഫുഡ് കഴിച്ചിട്ടും കൊടുത്തിട്ടുള്ളൂ ഇനി ബാക്കി.